ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസും അനീഷും ജയിലിൽ കിടക്കുമ്പം ബിന്നിയുടെ ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാ ബോറായിട്ടുള്ളൊരു പെരുമാറ്റമായിരുന്നു. കാരണം ബിന്നി ഷാനവാസിനെ ചൊറിയുമ്പോൾ ഷാനവാസ് നല്ല രീതിയിൽ മാന്തി കൊടുത്തു, അങ്ങനെ വേണമെങ്കിൽ പറയാം. പ്രശ്നത്തിൻ്റെ തുടക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ജയിലിലാണല്ലോ. അന്നേരം ഷാനവാസ് വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി തുറന്ന് കൊടുക്കാൻ പോയ അടുത്തുനിന്ന് ബിന്നി പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണല്ലോ, അപ്പോൾ ഞാൻ സൂപ്പറാണ്, ഞാൻ സംഭവം അങ്ങനെയൊക്കെ പൊക്കി പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല അങ്ങനെ പറയൂല, അല്ലാതെ തുറന്ന് തരാൻ പറ്റുമെങ്കിൽ തുറന്ന് തന്നാൽ മതി. അപ്പം തുറന്ന് തരില്ല എന്ന് ബിന്നി പറയുന്നുണ്ട്. അവിടെയാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. അത് ശരിക്കും ഒരു മനുഷ്യന് ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോകണമെന്ന് പറയുമ്പം അത് തുറന്നു കൊടുക്കണം. അതിൽ ഞാൻ ക്യാപ്റ്റനാണ്, എന്നെ നല്ലോണം പൊക്കി പറയണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ഒരു ലോജിക്കുള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിലും ബിന്നിക്ക് പിന്നെ ഇതിലുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റും അങ്ങനെ തന്നെയാണ്. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരെവിടാണോ നിൽക്കുന്നത്, ഒരു സംസ്കാരമുണ്ട് നമുക്ക്, അതിനപ്പുറത്തേക്ക് നമ്മൾ പെരുമാറാൻ പാടില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. കാരണം ലക്ഷ്മി ഇവിടെ വന്നപ്പോൾ കുറേ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഷാനവാസാണെന്നുണ്ടെങ്കിൽ പൊടി എന്നിങ്ങനെ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒന്ന് പറഞ്ഞ് അടുത്തത് തെറ്റുമ്പോഴത്തേക്ക് ഇവർ വീട്ടുകാരാണ് വിളിച്ച് പറയുന്നത്. മുൻപ് വിളിച്ച് പറയുമ്പോൾ അത്ര നമുക്ക് തോന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഫാമിലി വീക്ക് കഴിഞ്ഞതോട് കൂടിയിട്ട് ഇവരെ വീട്ടുകാരുമായിട്ട് കുറച്ചൊക്കെ ഒരു പരിചയം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന നമുക്ക് തന്നെ കുറച്ചൊരു ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ട്. കാരണം ഇവർ ഒരു റെസ്പെക്റ്റ് ഇവർ ആർക്കും കൊടുക്കുന്നില്ല. പിന്നെ അനുമോളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോളും ഒരു തീരെ സംസ്കാരമില്ലാത്ത രീതിയിൽ പെരുമാറുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഷാനവാസിനോട് പറയുന്നുണ്ട് കൊതിയനല്ലേ, ഭക്ഷണം കാണുമ്പോൾ കൊതിയാണ്, അങ്ങനെയാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ നമ്മളൊരു മനുഷ്യനെയും നമ്മൾ തരം താഴ്ത്തി പറയാൻ പാടില്ല. ആൾക്കാരുണ്ട് നല്ല തടിയൊക്കെ ഉള്ള ആൾക്കാരെന്നെ പറയും നിങ്ങൾ പിന്നെ ഭക്ഷണം നമ്മൾ ടേബിളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ടേബിളിലൊക്കെ കൊണ്ടുപോയിക്കുമ്പോൾ ആളുടെ മുന്നിൽ വെക്കേണ്ട, ആൾ ഫുള്ള് കഴിക്കുന്നൊക്കെ. പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു ഹേർട്ടിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല. ചിലപ്പോൾ ആൾക്ക് കുറച്ച് വിശപ്പ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ കൊതിയനാണ് എന്നൊക്കെ പറയുമ്പോൾ തീരെ എന്താ പറയുക, ഒരു സംസ്കാരമുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. ഒക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മറന്നു പോകുന്നുണ്ട് ഇവർ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഷോ ആണ്, ഇത്രയും ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനത്തെ യാതൊരു ഇതുമില്ല. ഷാനവാസ്, ബിന്നി, അനുമോൾ ഇതിൽ തരം താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് ഇവരെ മൂന്നാളാണ് തോന്നിയിട്ടുള്ളത് ഇന്നലത്തെ ഒരു ടാസ്കിൽ. ലക്ഷ്മിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്നല്ലാതെ പിന്നെ ഇത്രയും തരം താഴ്ന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്.